അതിൻ്റെ കൂടെ ഒരു മാനേജറായിട്ടോ എന്തോ ഒരു തമ്പി എന്ന് പറയുന്ന ഒരു വണ്ണമുള്ള ഒരാൾ. അപ്പോൾ ടി വിയിലൊക്കെ അദ്ദേഹത്തിനെ കാണിച്ചിരുന്നു, ഏഷ്യാനെറ്റിലൊക്കെ ഇതിലൊക്കെ അദ്ദേഹത്തിനെ കാണിച്ചിരുന്നു. അപ്പോഴാണ് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്തത്. കേരളം. നമസ്കാരം. ബാലഭാസ്കറിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അർജുന് അടുത്ത സമയത്തുണ്ടായ സ്വർണ്ണക്കടത്ത് സംഘവുമായുള്ള ബന്ധത്തിൻ്റെ തുടർന്നുണ്ടായ ഒരു അറസ്റ്റിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ചർച്ചകളൊക്കെ കുറേ ദിവസങ്ങളായിട്ട് നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു പുതിയ വഴിത്തിരിവെന്ന് പറയുന്നത് ഒരു നിർണായകമായ വെളിപ്പെടുത്തലാണ്. അത് നമുക്ക് നിസ്സാരമായി ഇതിനകത്ത് തെളിവില്ല, അല്ലെങ്കിൽ ഇത് പിന്നെ ഒരു അപകട മരണം എന്നൊക്കെ പറയുമ്പോഴും ഇതിനകത്ത് ചില തെളിവുകൾ ഇന്നിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു നിർണായക തെളിവാണ് തിരുവനന്തപുരത്തുള്ള അതായത് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ഒരു ചെറിയ സ്വർണ്ണക്കടയുമായി ബന്ധപ്പെട്ട് പുള്ളിയുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്നതിനുമായി സ്വർണ്ണക്കടയുമായുള്ള ഒരു ബന്ധം ഉണ്ടാക്കുകയും അവിടെ 2-3 പ്രാവശ്യം ചെന്നതിന് ശേഷം പുള്ളി ഒരു പ്രാവശ്യം അവിടെ ചെല്ലുമ്പോൾ രണ്ട് പേര് വരുന്നു. ഒരാൾ വെളിയിൽ നിൽക്കുന്നു, ഒരാൾ അകത്ത് കയറി കോടികളുടെ ചെറിയ സ്വർണ്ണക്കടയിൽ കോടികളുടെ ഇടപാടുകൾ സംസാരിക്കുന്നു. അപ്പോൾ സംസാരിച്ച് പോകുമ്പോൾ ഇവരെ നോട്ട് ചെയ്യുകയും അപ്പം ഈ സ്വർണ്ണക്കടക്കാരനോട് ഈ വ്യക്തി ചോദിക്കുകയാണ്, നിങ്ങൾ കോടികളുടെ ബിസിനസ്സുകളൊക്കെ ചെയ്യത്തുള്ളൂ, സാധാരണക്കാരനൊന്നും ഇതിന് പരിഗണിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് ആളിനെ അറിയാവോ, ബാലഭാസ്കറിൻ്റെ ഭാര്യയുടെ ആങ്ങളെയാണ് എന്ന് പറയുന്നു. ആ സംഭവം അവിടെ കഴിയുന്നു. ഈ മനുഷ്യൻ തിരിച്ച് ഗൾഫിലേക്ക് പോകുന്നു. ബാലഭാസ്കറുമായിട്ട് ഈ അപകട മരണത്തിന് ശേഷം ചാനലിലൂടെ ഈ വീഡിയോകളൊക്കെ വരുമ്പോൾ അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്, ഈ ലക്ഷ്മിയുടെ ആങ്ങളെയാണ് അന്ന് ആ സ്വർണ്ണക്കടയിൽ വന്നത്, വെളിയിൽ നിന്ന ആൾ ഈ തമ്പി എന്ന് പറയുന്ന പ്രകാശൻ തമ്പിയാണ് എന്ന് അദ്ദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. ആ ഒരു വെളിപ്പെടുത്തലുകൾ കൂടി വരുമ്പോൾ ഈ കേസിലേക്ക് പുതിയ ഒരു നിർണായകമായ ഒരു വെളിപ്പെടുത്തലുകൾ തന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാര്യം ഇതിനകത്ത് ഇപ്പോൾ ഇത്രയും അടുത്ത സമയത്ത് ചില കോലാഹലം സൃഷ്ടിച്ച ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ പോലും ഒരു നിയമവശങ്ങളുടെ പുതിയൊരു അന്വേഷണം വരുമ്പോൾ ഒന്നും പറയുന്നില്ല. എന്താണെന്നുള്ളത് കേരളത്തെ ജനങ്ങൾ ഇങ്ങനെ നോക്കിക്കാണുകയാണ്. പക്ഷേ ഇതിനൊരു അനക്കം വെക്കുന്നില്ല. എന്താ അറിയത്തില്ല. പിന്നെ 5 വർഷത്തിന് ശേഷം ട്രോമയിലായിരുന്നു പറയുന്ന ലക്ഷ്മി വന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂ പോലും അവർ പലയിടവും അവരുടെ എക്സ്പ്രഷൻസ് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇത്രയും വർഷമൊന്നും അവർ അത്രയും വലിയൊരു ദുഃഖമാണ്, അത് വേറെ കാര്യം, ഭർത്താവും മകളും പോയ ദുഃഖം വേറെ. പക്ഷെ അത്രയും വലിയൊരു തീവ്ര ദുഃഖത്തിൻ്റെ ഇതൊന്നും ആ ഒരു ചാനൽ ചർച്ച കണ്ടില്ല. അവർ കേവലം ഒരു ചാനൽ മാത്രം ഇൻ്റർവ്യൂ കൊടുത്ത് പ്രസ് മീറ്റ് വെക്കാതെ ചെയ്ത കാര്യങ്ങളൊക്കെ ഒരു ദിവസം ചർച്ച വരുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ ഇന്ന് ആ പറഞ്ഞ വ്യക്തിയുടെ ആ ഓഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ അങ്ങനെ ഒരു സ്വർണ്ണക്കടയിൽ ഞാൻ 1-2 പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് ചെറിയ പരിചയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരിക്കൽ പോയ സമയത്താണ് ഈ സ്വർണ്ണമായിട്ട് പോയ സമയത്തായിരുന്നു അവിടെ ഞാൻ 2 പേരെ കണ്ടത്. അപ്പോൾ അവർ അങ്ങനെ വലിയ ബിസിനസ്സിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. വളരെ ഷേഡിയായിട്ട് സംസാരിക്കുന്നു. അങ്ങ് പോയി വലിയ എമൗണ്ടൊക്കെയാണ് സംസാരിക്കുന്നത് കേട്ടത് ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇവരൊക്കെ നിങ്ങളുടെ വലിയ കസ്റ്റമേഴ്സ് ആയിരിക്കുമല്ലേ എന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇത് നമ്മുടെ ബാലഭാസ്കറുടെ വൈഫിൻ്റെ അനിയനാണത് എന്ന് പറഞ്ഞു. അപ്പോൾ പുറത്ത് വേറൊരു കക്ഷിയോട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞങ്ങ് പോയി. പുറത്ത് വേറൊരു കക്ഷിയുടെ 2ാമതൊരാൾ കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് 2-3 ഞാൻ ആക്ച്വലി ബാലഭാസ്കറിൻ്റെ ഒരു ഫാനായിരുന്നു, ഞാൻ പറഞ്ഞിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു ഫാനായിരുന്നു. അപ്പോൾ അദ്ദേഹം കാതിൽ കടുക്കൻ കുത്തിയിരിക്കുന്നത് കണ്ടിട്ട് അതുപോലെ കുത്തണമെന്ന് ആഗ്രഹിച്ച് കുത്തിയ ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അത്രയ്ക്ക് അദ്ദേഹമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ അദ്ദേഹമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം പറഞ്ഞപ്പോൾ കുറച്ചുകൂടി എനിക്ക് കണക്റ്റായി. അപ്പോൾ അതങ്ങനെ വിട്ടു. ഞാനിങ്ങനെ തിരിച്ച് ജോലിക്ക് കയറി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഞാൻ ഇതുപോലെ സംഭവം അറിഞ്ഞത്, വാർത്തയിൽ കേട്ടത്. അപ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ബാലഭാസ്കറിൻ്റെ കടുക്കനെ പോലും അട്രാക്ഷൻ വന്നിട്ട് പുള്ളി കടുക്കനിട്ട വ്യക്തിയാണെന്നും. അപ്പോൾ ഇത് ബാലഭാസ്കറിനുള്ള ഒരു സ്നേഹം കൊണ്ടായിരിക്കും പക്ഷേ ഈ കേസ് വന്നപ്പോൾ ഇത്രയും നാൾ അദ്ദേഹം മനസ്സിൽ എന്തുകൊണ്ട് ലക്ഷ്മി ഒരു മീഡിയയിൽ വരുന്നില്ല എന്നൊക്കെ ഈ
ആളും സംശയിച്ചിരുന്ന കാര്യമാണ്. നമ്മളൊക്കെ സംശയിച്ച പോലെ തന്നെ പുള്ളിയും സംശയിച്ചതാണ്. എന്തായാലും ശരി, അദ്ദേഹത്തിന് ബാലഭാസ്കർ എന്ന് പറഞ്ഞ ഈ വയലിനിസ്റ്റിനോടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു ആരാധനയും കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് വന്നേക്കുന്നത്. ഇനിയും ഈ കേസിൽപ്പെടുത്തി പുള്ളിയെ മാനസികരോഗിയാക്കാതിരുന്നാൽ മതിയായിരുന്നു. എനിക്ക് പിന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് വന്ന് പറയുന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ ഒത്തിരി ഇങ്ങനെ വന്നിരുന്നല്ലോ. അപ്പോഴെനിക്ക് തോന്നിയതാണ്, ഈ സംഭവം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, സ്വർണ്ണക്കടത്തോട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി, ഇതുമായിട്ട് ഞാൻ അങ്ങ് ലിങ്കായി. എനിക്ക് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ആ സമയത്താണ് എന്താ ഒരു തമ്പി എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടായിരുന്നല്ലോ ഇതിൻ്റെ കൂടെ, ഒരു മാനേജറായിട്ടോ എന്തോ ഒരു തമ്പി എന്ന് പറയുന്നൊരു ഒരാൾ. അപ്പോൾ ടി വിയിലൊക്കെ അദ്ദേഹത്തിനെ കാണിച്ചിരുന്നു, ഏഷ്യാനെറ്റിലൊക്കെ ഇതിലൊക്കെ അദ്ദേഹത്തിനെ കാണിച്ചിരുന്നു. അപ്പോഴാണ് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ എന്തോ ഒരു തമ്പി, രതീഷ് തമ്പിയോ എന്തോ ഒരു തമ്പി എന്ന് പറയുന്നത് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹമായിരുന്നു ഈ ലക്ഷ്മിയുടെ സഹോദരൻ്റെ കൂടെ സ്വർണ്ണക്കടയിൽ ഉണ്ടായിരുന്ന ആൾ. ഇവർക്ക് സ്വർണ്ണക്കടത്തുമായുള്ള ബന്ധം തെളിയിക്കുന്ന ഏറ്റവും വലിയൊരു വെളിപ്പെടുത്തലാണ് ഇത്. ഇനിയും ഇത് കണ്ടില്ല എന്ന് നടിക്കുന്ന സ്വർണ്ണക്കടത്ത് സംഘമാണ് ഈ ബാലഭാസ്കറിൻ്റെ കാര്യങ്ങളിൽ കുറേ കാര്യങ്ങൾ നിയന്ത്രിച്ച് പോരുന്നത് നമുക്കറിയാം. ബാലഭാസ്കറിനും അത് മനസ്സിലായ കാര്യങ്ങളാണ്. അച്ഛനോടും ഒക്കെ പറഞ്ഞിരുന്നു, എൻ്റെ കൂടെ നിൽക്കുന്നവർ ചതിയന്മാരാണ്, ഞാനിനി മ്യൂസിക് സ്കൂൾ തുടങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ബാലഭാസ്കറിൻ്റെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് വന്നിരുന്നു, ഞാൻ ഈ മ്യൂസിക് സ്കൂൾ തുടങ്ങാൻ പോവുകയാണ്, പരിപാടികളൊക്കെ കുറയ്ക്കുകയാണെന്ന് പറഞ്ഞൊരു പോസ്റ്റ് വന്നിരുന്നു. അതിൻ്റെ അടുത്ത ദിവസം തന്നെ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, പിൻവലിച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്തിൽ എന്തൊക്കെയോ എവിടൊക്കെയോ ആദ്യം മുതലുള്ള കാര്യങ്ങളിൽ സംശയമാണ്. ബാലഭാസ്കർ 2018 സെപ്റ്റംബർ 24 രാത്രി 10:30 തൃശ്ശൂരിലെ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തപ്പോൾ അവിടെ ഹോട്ടലിൻ്റെ പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയത് 25-ാം തീയതി അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തെന്നാണ്. അപ്പോൾ 10:30-ക്ക് വെക്കേറ്റ് ചെയ്ത ആൾ എന്തായാലും 12 മണി കഴിഞ്ഞല്ലേ 25-ാം തീയതി ആകത്തുള്ളൂ. അപ്പോൾ അവിടെ മുതൽ എല്ലാ കാര്യങ്ങളിലും അടിമുടി സംശയം നേരിടുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രിയ വേണുഗോപാൽ വന്ന് നിരവധി വെളിപ്പെടുത്തലുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം മുതലുള്ള കുടുംബ പ്രശ്നങ്ങൾ മുതലുള്ള കാര്യങ്ങൾ വന്നു. പക്ഷേ അവർ ആ ഇഷ്യൂസ് ഒന്നും അല്ല എടുക്കുന്നത്. കേസിൽ അർജുനെ പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തി ഇല്ല എന്ന് പറഞ്ഞത്, അല്ല സോബി എന്ന് പറഞ്ഞ ആൾ, കലാപം സോബി എന്ന് പറഞ്ഞത് ഇതിനകത്തിൻ്റെ ഒരു നിർണായക തെളിവുമായി ആദ്യം മുതൽ വന്നാണ്. അവരെ പോലും വിളിച്ചിട്ട് ഈ ചില പടങ്ങൾ കാണിക്കുക, ഐഡൻറ്റിഫൈ ചെയ്യുക അത് മാത്രമാണ് വിളിപ്പിച്ചത്. അവർക്കൊരു ഹെൽപ്പിന് വേണ്ടി വിളിച്ചാന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ വിട്ടു. അതിനുശേഷം വന്ന അന്വേഷണ സംഘങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിനെ ഒരു മാനസികരോഗിയാക്കി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ കേസിൽ എന്താണ് ഇത്ര താല്പര്യം എന്നൊക്കെ ചോദിച്ച് മനോവീര്യം കെടുത്തുന്ന രീതികളാണ് കേസിൽ അദ്ദേഹം നേരിട്ടത്. അതിനുശേഷം നമുക്കെല്ലാം അറിയാം, ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ നിയന്ത്രിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സ്വർണ്ണക്കട, ആ പേര് പറയാൻ പറ്റത്തില്ല, എന്നാൽ പോലും ആ സ്വർണ്ണക്കട മുതലാളിയാണ് ഇതിനെല്ലാം പിന്നിലെന്ന് പരസ്യമായ രഹസ്യമാണ്. രഹസ്യമായ പരസ്യമല്ല, പരസ്യമായ രഹസ്യമാണ്. ഈ ഒരു കാര്യം പലരും വന്നിട്ട് പറയുന്നുണ്ട്. ഇതിനൊക്കെ എന്താണ് ഇവിടുത്തെ ഈ സപ്പോർട്ട്, ആരൊക്കെയാണ് ഇത് കൊടുക്കുന്നത്? അവിടെ മുതലുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് അന്വേഷണ പരിധി കൊണ്ടുവരണം. അതുപോലെ തന്നെ ബാലഭാസ്കർ മരിക്കുന്നതിന് കേവലം ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ മുമ്പ് എടുത്ത തിരുവനന്തപുരത്തുള്ള ബാലഭാസ്കർ കൊട്ടാരക്കര LICയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, അച്ഛനും അമ്മയോ മറ്റ് എല്ലാ കാര്യങ്ങളും വീട്ടിൽ പറയുന്ന ആൾ ഈ വക കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അവിടെ നിന്ന് 40 ലക്ഷത്തിൻ്റെ LIC പോളിസി എടുക്കുന്നു. അതിനകത്തിൽ അദ്ദേഹമല്ല ചെക്ക് കൊടുത്ത്, തേർഡ് പാർട്ടി ചെക്ക്, LICയുടെ ഏറ്റവും വലിയൊരു അവരുടെ പോളിസിക്ക് വിരുദ്ധമായ ചെക്ക് സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്തിലെ 8 ഒപ്പ്, വൈരുദ്ധ്യത നിറഞ്ഞ ഒപ്പുകൾ, ഇതെല്ലാം പല കാര്യങ്ങൾ. അതുപോലെ ഈ ബാലഭാസ്കറിന് കൊല്ലത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ജ്യൂസ് കഴിച്ചതിന് ശേഷം ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയത് എങ്ങനെ? അനവധി ഈ ക്വസ്റ്റ്യന്, അതായത് ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ ഇന്ന് ഈ ബാലഭാസ്കറിൻ്റെ മരണത്തിൽ കാണുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോഴെനിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം കണക്റ്റായി. പിന്നെ കുറേ നാൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയൊക്കെ ഞാൻ ഫോളോ ചെയ്യുമായിരുന്നു. അപ്പോൾ എന്നിട്ട് പിന്നീട് പോലീസ് റിപ്പോർട്ട് വന്നെന്നും പിന്നെ ഇവരെ വീണ്ടും എന്തോ കേസിന് പിടിച്ചെന്നോ, അപ്പോൾ പിന്നെ ഈ
ബാലഭാസ്കർ മരിച്ചതിന് ശേഷമാണ് ഇവർ തമ്മിൽ സ്വർണം കച്ചവടം തുടങ്ങിയത് എന്നുള്ള ഇതിലോട്ടൊക്കെ വന്നിരുന്നല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു അങ്ങനെയല്ല. ബാലഭാസ്കർ ഉണ്ടായിരുന്ന സമയത്ത് ഈ തമ്പി എന്ന് പറയുന്ന അദ്ദേഹത്തിന് സ്വർണ്ണ കച്ചവടം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് കാര്യങ്ങൾ മനസ്സിലായിരുന്നു. നേരത്തെ മുതൽ ഇവിടുത്തെ വ്ളോഗേഴ്സും മറ്റു മീഡിയക്കാരും എല്ലാം മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരു കാര്യമായിരുന്നു ബാലഭാസ്കറിന് പ്രോഗ്രാമിലെ ഈ ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാറിൽ ചെക്കിംഗ് ഒന്നും ഉണ്ടാകത്തില്ല എന്ന ഇതിൽ ഇവർ ഈ മാനേജരും ഈ പറഞ്ഞ പരിവാരങ്ങൾ ഒരു പൂന്തോട്ടം ലതയുടെ ചേച്ചിയുടെ മകനാണ് ഈ അർജുൻ എന്ന് പറയുന്നത്, ഡ്രൈവർ അല്ല എന്ന് പറയുന്നു. പക്ഷേ ആ ആൾ അങ്ങനെ ആ ദിവസം വണ്ടി ഓടിച്ചു. പെർമനൻറ്റ് ഡ്രൈവറല്ല, വല്ലപ്പോഴൊക്കെ ഈ ഇദ്ദേഹത്തിന് ജോലി തരപ്പെടുത്തി കൊടുക്കുവാൻ ബാലഭാസ്കർ വിളിച്ചുകൊണ്ട് വന്നാണ് ആ റെക്കമെൻഡേഷൻ പുറത്തുനിന്ന് എന്നൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഘടകവിരുദ്ധമായിട്ട് അന്ന് അർജുന് ഉറക്കത്തിലായിരുന്ന അർജുനെ വിളിച്ചുണർത്തിക്കൊണ്ടുവരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പെട്ടെന്ന് എടുത്ത ഡിസിഷൻ എന്ന് പറഞ്ഞു. ആ പെട്ടെന്ന് എടുക്കുന്ന ഡിസിഷന് പിന്നിലുള്ള ചേതോവികാരം എന്ത്, അതിന് ആ ഫോൺ കോളുകൾ, ആ ഫോണിലെ കാര്യങ്ങൾ ഈ വിശദമായ അന്വേഷണത്തിൽ വന്നിരുന്നെങ്കിൽ അതൊക്കെ തെളിഞ്ഞാൽ ഈ ബാലഭാസ്കറിൻ്റെ ഹോസ്പിറ്റലിലായ ശേഷവും ഈ ബാലഭാസ്കറിൻ്റെ ഫോൺ ഈ കുടുംബാംഗങ്ങളെ ഏൽപ്പിക്കാതെ കൊണ്ട് നടക്കുക, അതിൽ കുറേ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തെന്നൊക്കെ ഉള്ള ആരോപണങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേസിൻ്റെ ഭാഗമായിട്ട് ഇവർ അത് പിന്നെ ചെക്ക് ചെയ്തിട്ടുണ്ടോ, എത്രത്തോളം എടുത്തിട്ടുണ്ട്, തെളിവുകളൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഈ ആക്സിഡൻറ്റിന് ശേഷം വിഷ്ണു എന്ന് പറഞ്ഞ ആൾ ദുബായിലായിരുന്നെന്നും ഈ 2 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ ചില സീനുകളൊക്കെ സൃഷ്ടിക്കുകയും അവർ കുടുംബാംഗങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ വെക്കേറ്റ് ചെയ്യണമെന്ന് വരെ പറയും, ചിലവ് കുറയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി കാര്യങ്ങൾ ഇങ്ങനെ വന്നപ്പോഴാണ് ഈ കുടുംബാംഗങ്ങളിൽ പോലും ഇവർക്ക് ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളിൽപ്പെട്ട ടീമിൻ്റെ ഇടപെടലുണ്ടോ എന്ന് ഉള്ള സംശയം കുടുംബത്തിൽ ജനിച്ചത് തന്നെ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ വേണ്ടെന്ന് വിചാരിച്ചു. വീണ്ടും ഈ ഇൻ്റർവ്യൂകളൊക്കെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പുറത്തു വന്ന് പറയാണ്ടിരുന്നത് കൊണ്ട് തന്നെയും ഞാനിങ്ങനെ എപ്പോഴും സംശയിക്കായിരുന്നു, എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുകയായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കിത് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പുറത്തു വിടട്ടെ, അത് ആൾക്കാർ മനസ്സിലാക്കട്ടെ എന്ന ഉദ്ദേശമാണ് ഞാൻ അയക്കുന്നത്. ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇതിനകത്തുള്ള അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഈ ഓഡിയോ ക്ലിപ്പ് അദ്ദേഹം ചെയ്തേക്കുന്ന ആരെയും ഒരു ആരോപണത്തിലൊരു കുറ്റം പറഞ്ഞോ അല്ലെങ്കിൽ ഇതിനകത്ത് പെടുത്താനൊന്നുമല്ല. ബാലഭാസ്കർ എന്ന വ്യക്തിയുടെ മരണത്തിൽ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു മെസ്സേജ് കൊണ്ട്, ഈ ഓഡിയോ ക്ലിപ്പ് കൊണ്ട് എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന സതുദ്ദേശപരമായ ഒരു കാര്യത്തിലാണ് അദ്ദേഹം ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ എന്ത് വന്നാലും കേരളം കുരുങ്ങിയാലും പാലം കുരുങ്ങില്ല എന്ന രീതിയിൽ ഇത്രയൊക്കെ ആയിട്ടും ഈ കേസിൻ്റെ കാര്യത്തിൽ യാതൊരു പുതിയ ഒരു റിപ്പോർട്ടുകളും മീഡിയയിൽ കൂടെ വരുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാഴ്ചയാണ്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ചെയ്യുകയാണെങ്കിൽ അത് ഉടനെ തന്നെ വരികയാണെങ്കിൽ ചിലപ്പോൾ കേസിന് ഒരു കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരും എന്ന ഒരു വിശ്വാസമുണ്ട്. നമുക്ക് മറ്റൊരു അപ്ഡേഷനുമായി വരും വരെ കാണാം. നന്ദി, നമസ്കാരം.